നമ്മളെ ഒരു യാത്രയ്ക്ക് പോകാമെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ നടന്നു പോവാണ്. നടന്നു പോകുന്ന വഴിക്ക് ഒരു പാമ്പോ അല്ലെങ്കിൽ ഒരു പട്ടിയോ അല്ലെങ്കിൽ നായയോ നമ്മളെ വന്നിട്ട് കടിച്ചു ബൈറ്റ് ചെയ്തൊന്ന് കൂട്ടുക. ആ ബൈറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നു? നോർമലി നമ്മൾ എന്താ എല്ലാവരും എന്താ ചെയ്യുക? നോർമൽ ആളുകളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ആ പാമ്പിനെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടും അല്ലേ? അല്ലെങ്കിൽ ആ പട്ടിയെ എങ്ങനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ. അതിൻ്റെ പിന്നാലെ ഓടുക നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ കയറിയ ആ ബൈറ്റ് കൊണ്ടുണ്ടായ നമ്മുടെ ആ പോയ്സനെ ഡീപോയ്സൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പോയ്സൺ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിഘാതം ഏൽപ്പിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മുടെ പ്രതികൂലമായി ബാധിക്കും, നമ്മുടെ ജീവനത്തിന് നഷ്ടമുണ്ടാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ ആ പാമ്പിൻ്റെയോ ആ പട്ടിയുടെയോ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ട് നമ്മുടെ സമയം കളയുക ചെയ്യുക. അതിനിടയ്ക്ക് നമ്മൾ ആ പോയ്സൺ കയറി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കേട്ടോ. നമ്മളെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ കടിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചവരെ നമ്മൾ ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ട് നമ്മളെ ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനോ നിൽക്കുമെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. അവരവരെ വഴിക്ക് വിട്ടേക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ പോയ്സൺ നമ്മളിൽ കയറിയിട്ട് നമ്മളും അതുപോലെ തന്നെയൊക്കെ ആയിത്തീരുമെന്നുള്ളതാണ്. വീണ്ടും ആ കടി കിട്ടാതെ, ആ ബൈറ്റ് കിട്ടാതെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു പോയ്സൺ തീണ്ടുന്നതിന് പകരം അങ്ങനെ വല്ലവരും നിങ്ങളെ കടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വഴിക്ക് വിട്ടേക്കുക. പിന്നാലെ കൂടി ഫോളോ ചെയ്തിട്ട് അവരെ തച്ചു കൊല്ലാനോ അല്ലെങ്കിൽ അവരെ അടിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല. അവരെ വഴിക്ക് വിട്ടാൽ നമ്മുടെ ജീവിതം, നമ്മളിൽ കയറിയിരിക്കുന്ന നമ്മുടെ ആ പോയ്സനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇറക്കിയിട്ട് നമ്മളൊരു പുതുജീവിതത്തിലേക്ക് പുതു നാമ്പായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. സ്നേഹം മാത്രം കേട്ടോ എല്ലാവരോടും. താങ്ക് യു.